ശ്രീ ജി സുധാകരൻ 7 മിനിറ്റ് അങ്ങേ. സർ, ഇത്തവണത്തെ ബഡ്ജറ്റും പ്രസംഗവും ബഡ്ജറ്റ് ഓഫ് എ ന്യൂ ഓർഡർ എന്ന് ഞാനന്ന് പറഞ്ഞിരുന്നു. ഞാനത് ആവർത്തിക്കുകയാണ്. അതിൻ്റെ അർത്ഥം ബഡ്ജറ്റിലെ എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണമാണെന്നും ഒന്നൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ കുറവ് വന്നിട്ടുണ്ട്, പക്ഷേ ഒരു കാഴ്ചപ്പാട്, അതിനെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സാർ, തീരദേശ ഹൈവേക്കും മലയോര ഹൈവേക്കുമായി 2016 പൊതുമരാമത്ത് വകുപ്പ് 10,000 കോടി രൂപയാണ് മാറ്റിവെച്ചത് ബഡ്ജറ്റിൽ. 6,500 കോടി രൂപ തീരദേശ ഹൈവേക്കും 3,500 കോടി രൂപ മലയോര ഹൈവേക്കും. അന്ന് തന്നെ മലയോര ഹൈവേയുടെ കുറച്ച് ഭാഗം തീർന്നു, പക്ഷേ ഇപ്പോഴത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 5 വർഷം എന്താണ് ആ രംഗത്ത് നടന്നത്? ഫുള്ളായിട്ട് ടൈം കിട്ടിയത് കഴിഞ്ഞ 5 വർഷമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ, ബഡ്ജറ്റിൽ പൊതുമരാമത്ത് മുതൽ 16 ഹെഡാണ്. അതേപ്പറ്റി സംസാരിക്കാൻ ഒരാളിനും സമയം കിട്ടില്ല. അതിൻ്റെയൊക്കെ ഇപ്പോൾ കിടക്കുന്നുണ്ട്. ഞാൻ പൊതുമരാമത്ത് വകുപ്പിനെ പറ്റി ചിലത് പറയുകയാണ്. 6,140.3 കോടിയാണ് ബഡ്ജറ്റിലുള്ളത്. സാർ, അപര്യാപ്തമാണത്. 10,000 കോടിയെങ്കിലും വരണം. 5 വർഷം 50,000 കോടിയെങ്കിലും മാറ്റിവെക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വ്യവസായത്തിന്, കൃഷിക്ക്, ഇതിനൊക്കെ അതുപോലെ പൈസ മാറ്റി വെക്കണം സാർ. വേറെ ചില വകുപ്പുകളുണ്ട് പൈസ ആരോഗ്യം പൈസ മാറ്റി വെക്കണം. ഇപ്പോൾ ഇത് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒന്നും എനിക്കറിയില്ല, പക്ഷേ നമുക്ക് ആ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് കിഡ്നി ഉപേക്ഷിക്കാൻ പാടില്ല. അത് വലിയ പദ്ധതി നടപ്പിലാക്കുന്നതിന് ആവശ്യമാണ്. പക്ഷേ കഴിഞ്ഞ 5 വർഷം റിട്ടയർ ചെയ്തൊരു IAS ഉദ്യോഗസ്ഥനെ വെച്ച് അവിടെ നടന്ന കളി എന്നായിരുന്നുള്ള മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമാക്കണം. ഗവൺമെൻറ് അതിന് തയ്യാറാവണം. റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത്? അവിടെ ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്താണ്. നാണമില്ലേ? ആ അദ്ദേഹം ഭരിച്ച വകുപ്പുകളിൽ ഒരു ചെറിയ വകുപ്പിൽ കയറി അതിന് ചെയർമാനായിട്ടിരിക്കാൻ വെക്കാൻ നാണമില്ലേ? തികച്ചും തെറ്റാണെന്ന്. അപ്പോൾ അതെല്ലാം അന്വേഷിക്കേണ്ടതായിട്ട് കിഡ്നി നല്ല നിലയിൽ നടത്തിയാൽ വളരെ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ബഡ്ജറ്റ് വർദ്ധിപ്പിക്കുന്നതിനെപ്പറ്റി ഞാൻ പറയുകയുണ്ടായി. സാർ, ഇവിടെ വൈറ്റ് ടോപ്പിംഗ് അതിൻ്റെ നൂതന സാങ്കേതികവിദ്യ നടപ്പാക്കിയിരുന്നു. ബാംഗ്ലൂരിലാണ് ആദ്യം കണ്ടത്. 24 മീറ്റർ റോഡിന് അവർ 1 കിലോമീറ്ററിന് 10 കോടിയാണ്. അതിൻ്റെ ലോഞ്ചിവിറ്റി 30 വർഷമാണ്. ഇവിടെ ഞാൻ ബാംഗ്ലൂരിലൊരു ആവശ്യമായപ്പം അവിടുത്തെ ചീഫ് എഞ്ചിനീയർ വന്ന് എന്നെ കണ്ടു. ഞാനിവിടെ 12 കിലോമീറ്റർ ആലപ്പുഴയിൽ നടപ്പിലാക്കി. ഇപ്പോൾ 6 വർഷമായുള്ള ഒരു പോറൽ പോലും ഉണ്ടായിട്ടില്ല. ഇവിടെ നമുക്ക് 12 മീറ്ററേ ഉള്ളൂ വീതി. അത് കാരണം നമുക്ക് 5 കോടി മതി. സാർ, നിങ്ങളൊരു 500 കിലോമീറ്റർ നിങ്ങൾ വൈറ്റ് ടോപ്പിംഗ് നടത്തും. ആത്യന്തികമായ ലാഭമാണ്. നിങ്ങൾ വീണ്ടും 5 വർഷം അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ പൊതുമരാമത്ത് വകുപ്പിനെ ശക്തിപ്പെടുത്തണം. പൊതുമരാമത്ത് വകുപ്പ് നടത്തിയ പ്രവർത്തനം കൊണ്ടാണ് സാർ പ്രധാനമായും പിണറായി ഗവൺമെൻറ് രണ്ടാമത് വന്നത്. ആ റോഡൊന്നും ഇപ്പോഴും കേടായിട്ടില്ല. കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ. അന്നത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കേരളം മുഴുവൻ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് തികച്ചും ന്യായമായും നീതിയായും പ്രവർത്തിച്ചുവെന്ന്. ഞാൻ നമ്മുടെ P. ജോസഫിനെ ഓർക്കുകയാണ്. മകനിവിടെ ഉണ്ട്. ആലപ്പുഴയിലെ 5 പാലങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഇടുങ്ങിയ പാലം മാറ്റി 5 പാലങ്ങൾ നിർമ്മിച്ച അദ്ദേഹത്തിൻ്റെ പിതാവാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ സാർ, വളരെ പ്രധാനപ്പെട്ടതാണ് പൊതുമരാമത്ത് വകുപ്പ്. വൈറ്റ് ടോപ്പിംഗ് നടപ്പിലാക്കാൻ തയ്യാറാവണം. പക്ഷേ അത് വെട്ടിപ്പൊളിക്കാൻ സാധാരണ കൂന്താലിലുണ്ടെന്നും വെട്ടിപ്പൊളിച്ചാൽ കൂന്താലി ഒടിഞ്ഞു പോകത്തേ ഉള്ളൂ. വെട്ടിപ്പൊളിക്കാനൊന്നുമല്ല. റോഡ് നിർമ്മിച്ചാൽ വെട്ടിപ്പൊളിക്കാൻ സമ്മതിക്കാൻ പറ്റില്ല. വെട്ടിപ്പൊളിക്കണമെങ്കിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അംഗീകാരത്തോടുകൂടി പൊളിക്കുന്ന വകുപ്പിൻ്റെ അഭ്യർത്ഥന പ്രകാരം പൊളിക്കുകയും എങ്ങനെ ഇരുന്നോ ആ റോഡ് അതുപോലെ ആക്കണമെന്നാണ് സാർ ചട്ടമുള്ളത്. പക്ഷേ ഇവിടെ ഒരു മെമ്പർ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവിടെയാണോ ഇവിടെയാണോ? ആ റോഡല്ല ഇപ്പോഴും പൊളിഞ്ഞു കിടക്കുകയാണ്. ഉത്തരവാദിത്തമില്ലേ? വാട്ടർ അതോറിറ്റിക്ക് പൈപ്പ് ലൈൻ ആവശ്യമാണ്. അപ്പോൾ ഇതിനൊക്കെ ഖജനാവ് നശിപ്പിക്കുന്ന ഈ പരിപാടി ശരിയായിരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, അതുപോലെ തന്നെ 500 ബ്രിഡ്ജസാണ് പ്ലാൻ ചെയ്തിരുന്നത്. 300 ചില്ലാനും ബ്രിഡ്ജസ് പൂർത്തിയായി, ബാക്കി പൂർത്തിയാവാനുണ്ട്. ഈ ഗവൺമെൻറ് ബാക്കി ബ്രിഡ്ജസ് പ്ലാൻ ചെയ്യണം സാർ. പണം ഇൻവെസ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഉദാഹരണം, മമ്പറം പാലം. അതിന് ഉദ്ഘാടനത്തിന് ഞാൻ പോയിരുന്നു. ഒരു 10-12 ആളാണ് വന്നത്. ഒരു 7,000 പേരുടെ കയ്യിലെങ്കിലും പച്ചക്കൊടിയാണ് മുസ്ലിം ലീഗിൻ്റെ. ഒരു 10,000 പേരുടെ കയ്യിൽ കോൺഗ്രസിൻ്റെ കൊടിയുണ്ട്. ഒരു 10,000 പേരുടെ കയ്യിൽ ചെങ്കൊടിയുണ്ട്. ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ കൊടിയാണ് സാർ. ആ മമ്പറം പാലത്തിൻ്റെ അപ്പുറത്തെ ആ മോസ്കിലിരുന്നാണ് സാർ മലബാറിലെ ആ മഹത്തായ കലാപത്തിന് ആലോചന നടത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ പറയുകയാണ്.
അങ്ങനെ നമുക്ക് ഒരുപാട് ഇവിടെ പെരുമ്പടം ദ്വീപിൽ 100 കോടി രൂപയ്ക്കാണ് 10,000 പേരുള്ള ഒരു ദ്വീപിലേക്ക് ഒരു പാലം പണിഞ്ഞത്. പക്ഷേ ഇപ്പോൾ അത് ടൂറിസ്റ്റ് കേന്ദ്രമാണ്. നമുക്കങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ചെയ്യാൻ കഴിയും. സാർ 1000 കോടി രൂപയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന് മാറ്റിവെച്ചത്. ഏതാണ്ട് 70 കോടിയാണ് അമ്പലപ്പുഴ തിരുവല്ല റോഡിന് മാറ്റിവെച്ചത്. MC റോഡ് മുഴുവൻ പുതുക്കി പണിഞ്ഞു സാർ, വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ 6 മുതൽ 10 വർഷം വരെ റോഡ് കേടാവാതെ കിടക്കുന്നത്. കാരണം ഈ ബിറ്റുമിനും ഈ കോൺക്രീറ്റും മോട്ടിക്കാത്തത് കൊണ്ടാണ് സാർ, അത് കമ്മാത്തത് കൊണ്ടാണ് സാർ. അതായത് ഞാൻ കഴിഞ്ഞൊരു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മറ്റേ ആ റിപ്പോർട്ടുണ്ടല്ലോ, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ പറയുന്ന കറപ്റ്റ് കോൺട്രാക്ടേഴ്സും കറപ്റ്റ് പൊളിറ്റീഷ്യനും അതുപോലെ തന്നെ കറപ്റ്റ് ബ്യൂറോക്രാറ്റ്സും ചേർന്ന് അടിച്ചെടുക്കുന്ന ഈ പണം ആകെയുള്ള അടങ്കലിൻ്റെ 50 മുതൽ 60% വരെയാണ് സാർ. അതാണ് ഓരോ കമ്മീഷൻ റിപ്പോർട്ട്. ഇവിടെ അത് ആവർത്തിക്കാതിരുന്നാൽ, നടപ്പാക്കാതിരുന്നാൽ, ആ പരിപാടി നടപ്പാക്കാതിരുന്നാൽ നമ്മുടെ റോഡൊക്കെ ധാരാളം കേൾക്കും. പൊതുമരാമത്ത് മന്ത്രിക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് സാർ. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് മന്ത്രി. അദ്ദേഹത്തിൻ്റെ പിതാവിനെയും ഞാൻ ഓർക്കുകയാണ് സാർ. നല്ല നിലയിൽ അത് കൊണ്ടുപോകണം. കാരണം സാമൂഹ്യ രീതിയിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മുസ്ലിം എന്നുള്ള പേര് കേട്ടിട്ടൊന്നും ആരും വിറകൊള്ളേണ്ട കാര്യമില്ല. പാകിസ്ഥാനിലേക്ക് ജിന്ന പോയതല്ല, ഓടിച്ചതാണ് ജിന്ന്. ഇന്ത്യയിലെ ഭരണാധികാരി വർഗമായി വരാൻ പോകുന്ന പുതിയ ബൂർഷാസിയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയുണ്ടാവില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി ജിന്ന വാദിച്ചത്. അതുവരെ അദ്ദേഹം റൗണ്ട് ടേബിൾ കോൺഫറൻസിലെല്ലാം ഒറ്റ ഇന്ത്യക്ക് വേണ്ടിയാണ് വാദിച്ചത്. ചരിത്രം എടുത്ത് വായിച്ചു നോക്കും, ഒറ്റയാണ്. കൂട്ട് ഗവൺമെൻറ്റിൽ മുസ്ലിം ലീഗുമായിട്ട് ചേർന്ന് മത്സരിച്ചിട്ട് അവരെ എടുത്ത് തോട്ടുകളഞ്ഞു. അങ്ങനെ സംഭവിച്ചതുകൊണ്ടാണ് അത് അന്നത്തെ ഇന്ത്യൻ ഭരണവർഗ്ഗങ്ങളിൽ ആകാൻ പോകുന്നവരുടെ ഇടയിൽ ആ ബൂർഷാ വിഭാഗത്തിലുള്ള മുസ്ലിം വിരോധമായിരുന്നു സാർ. എന്നാലും നമ്മുടെ ബംഗാളിലും UP-യിലും ബീഹാറിലും കേരളത്തിലും തമിഴ്നാട്ടിലുമെല്ലാം 22 കോടി മുസ്ലിങ്ങൾ ഇന്ന് ഇന്ത്യയിൽ നിൽക്കുകയാണ് സാർ, പാകിസ്ഥാനിൽ പോകാതെ. അത് ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്, പാകിസ്ഥാൻ്റെ ജനസംഖ്യയേക്കാൾ കൂടുതലാണ്. ആ ദേശാഭിമാനികളായിട്ടുള്ള മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പേരിൽ നമ്മുടെ ഒരു കാരണവശാലും അനാവശ്യങ്ങൾ പറയാൻ പാടില്ല സാർ. അവർ സോക്കാൾഡ് സെക്യുലറിസ്റ്റുകളേക്കാൾ വലിയ സെക്യുലറിസ്റ്റുകളാണ് സാർ. അവരെവിടെയെങ്കിലും വർഗീയ കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? അവരുടെ പരിപാടി വർഗീയ കലാപമുണ്ടോ സാർ? 1967 കോൺഗ്രസ് 9 സീറ്റിൽ ഒതുങ്ങിയത് എന്താ? EMS ബുദ്ധിപൂർവ്വം മുസ്ലിം ലീഗിനെ കൂടെ ചേർത്തു. മലബാർ കോൺഗ്രസിന് സീറ്റില്ല. ആ കരുണാകരൻ സാറാണ് 9 പേരെ പിന്നെ അധികാരം പിടിച്ചെടുത്തത്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിൻ്റെ പവറാണ് അത്. വെറും മുസ്ലിങ്ങളുടെ പാർട്ടി മാത്രമല്ല സാർ, ഈ രാജ്യത്തെ 22 കോടി വരുന്ന ന്യൂനപക്ഷങ്ങളുടെ പ്രസ്ഥാനമാണ്. അതിൻ്റെ ഒരാൾ ഇവിടെ മന്ത്രിയായിരിക്കുമ്പോൾ എല്ലാവരോടും നല്ല നീതി പുലർത്തും എന്ന പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സാർ, കാരണം സമയത്തിൻ്റേതായിട്ടുള്ള ഒരുപാട് കുറവുകൾ ഉണ്ട്. ഞാൻ അധികം എൻ്റെ സമയം ഒരു 50 സെക്കൻഡ് കൂടുതലായിട്ടെടുത്തു സാർ. ഈ ഗ്രാമീണ റോഡുകൾക്ക് സാർ ഒരു തുക വകയിരുത്തിയേ പറ്റും. ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഒരു വർഷം 100 കോടി രൂപ വീതം, 5 വർഷം കൊണ്ട് 500 കോടി രൂപ ഓരോ മണ്ഡലത്തിൽ കിട്ടത്തക്ക തരത്തിൽ മാറ്റിവെക്കണം. അതിന് ബഡ്ജറ്റിൻ്റെ വലിപ്പം കൂട്ടിയാലും കുഴപ്പമില്ല. ഗ്രാമീണ റോഡുകൾ നന്നാക്കാനൊന്നും പഞ്ചായത്തിനെ കൊണ്ട് നടക്കരുത് സാർ, അത് നമ്മൾ തന്നെ നടപ്പിലാക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെയേറെ സന്തോഷമുണ്ട്. ശ്രീ സതീശൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വളരെ അഭിമാനപൂർവ്വം ഇത് മുന്നോട്ട് പോകും എന്ന് ഞാൻ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അദ്ദേഹം നയിക്കണം മന്ത്രിസഭയിലും വിശ്വാസമുണ്ട്. പക്ഷേ എല്ലാവരും സൂക്ഷിച്ചും ശ്രദ്ധിച്ചുമൊക്കെ പ്രവർത്തിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഏറ്റവും വലിയ വെല്ലുവിളി ശ്രീ K മുരളീധരനാണ്. കാരണം ആരോഗ്യവകുപ്പെന്ന് പറഞ്ഞാൽ പ്രസവ വകുപ്പെന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ തന്നെ ഇന്നലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനോട് വിളിച്ചു പറഞ്ഞു അത് 100 പേരെ മാത്രമേ നോക്കൂ, എന്തോ ഒരു രോഗത്തിന്. അപ്പോൾ നിങ്ങൾ വന്നവരെയൊക്കെ നോക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ ബുദ്ധിമുട്ടിച്ചില്ല. ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കേണ്ട ഒരു വകുപ്പെന്ന് പറയുന്നത് ആരോഗ്യ വകുപ്പാണ്. അത് ആ വകുപ്പ് മന്ത്രിയോ ഉദ്യോഗസ്ഥന്മാരോ മാത്രമല്ല, ഈ കേരളം മൊത്തം പിന്തുണ കൊടുക്കണം. കാരണം നമ്മുടെ ആയുസ്സിൻ്റെ പ്രശ്നമാണ്, ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ്. എല്ലാ വകുപ്പിനും പിന്തുണ കൊടുക്കണം, ആരോഗ്യവകുപ്പിന് പ്രത്യേകിച്ച്. നിർമ്മാണത്തിന് PWDക്ക് ആവശ്യാനുസരണം പൈസ കൊടുക്കണം. നൂതന സാങ്കേതികവിദ്യ എല്ലാം കൊണ്ടുവന്നാൽ ഈ നാട് എപ്പോഴും ഭരണകക്ഷിയെ മാത്രമേ പ്രതിപക്ഷത്തെ ഓർക്കാൻ പറ്റില്ല. ഭരണകക്ഷിക്ക് അധികാരം വർദ്ധിപ്പിക്കാനും ഭൂരിപക്ഷം കൂട്ടാനുള്ള ഏറ്റവും വലിയ കാര്യമായിരിക്കും 2016 PWD വഴി ഞാൻ കാണിച്ചു കൊടുത്തു. പിണറായിക്ക് ഓർമ്മയില്ലെങ്കിലും ഞാനിവിടെ പറയുകയാണ്. അതുകൊണ്ടാണ് ഗവൺമെൻറ് വീണ്ടും വന്നതെന്ന് ഞാൻ പറയുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു.